നേരെ പുതുപ്പള്ളിയിലേക്കാണ്. അവിടെ കേരളത്തിന്റെ കുഞ്ഞുഞ്ഞ് ഇല്ലാതായിട്ട് 2 വർഷമാവുകയാണ്. രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചാണ്ടിയുമ്മൻ സംസാരിക്കും. യോഗത്തിന്റെ അധ്യക്ഷൻ കോൺഗ്രസ് പാർട്ടിയെ കർമ്മകുശലതയോടും വാക്ചാതുര്യത്തോടും കൂടി നയിക്കുന്ന ശ്രീ സണ്ണി ജോസഫ് അവർകളാണ്. അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ആന്യനായ രാഹുൽ ഗാന്ധിജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരന് വേണ്ടിയും അവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പോരാട്ടം നടത്തുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. If there is a word to define Rahul Gandhi, that would be compassion. Compassion to fellow human beings, compassion to Dalits, compassion to minorities, compassion to Adivasis, compassion to the poor, compassion to the voiceless, compassionate towards all human beings whom he meets. There is no better person to inaugurate the second memorial of my father, Umman Chandi. Dear sir, thank you for accepting our invitation and being here. On behalf of Puduppally of Kerala, we request you to be here and thank you. Welcome Sri Rahul Gandhi ji. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മൊറാൻമ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയനാണ് ഈ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടും മലയാളക്കരയിലാകെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മലയാളത്തിൻ്റെ വലിയടന് ഈ യോഗത്തിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരിയുടെ അതിരൂപതയുടെ അഭിവന്ദനായ മെത്രാപ്പോലിത്ത തിരുമേനി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് നമ്മളോടൊപ്പം ഈ അനുസ്മരണത്തിൽ പങ്കുചേരുന്നു. തൻ്റെ പ്രഭാവം കൊണ്ട് മലയാളത്തിൽ മാത്രമല്ല ഭാരതത്തിലും ലോകത്തൊക്കെയിലും പ്രഭയുടെ വലം സൃഷ്ടിച്ച ശ്രേഷ്ഠ ഇടയനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലെയും കടന്നു വന്ന കേരളത്തിന്റെ ആകെ മനസ്സ് കവർന്ന നേതാവാണ് ശ്രീ KC വേണുഗോപാൽ അവർകൾ. താൻ കേരളത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ആ പ്രവർത്തന ശൈലി ഭാരതത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ കരുത്താർജിക്കുവാൻ ഉപയോഗിക്കുന്ന ശ്രീ KC വേണുഗോപാൽ അവർകളെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ മതേതര മുഖമായ പാണക്കാട് സാദിഖലി തങ്ങൾ അവർകൾ തൻ്റെ പൂർവികരെ പോലെ ഇരിക്കുന്ന ഇരുന്നുകൊണ്ട് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും ഒരുമയുടെ, ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ, മതേതരത്വത്തിന്റെ സന്ദേശം പകർത്തുന്ന ഈ വലിയ നായകനെയും പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ അസംബ്ലിയിൽ പാവപ്പെട്ടവന്റെ ശബ്ദം എന്നും അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി മാറിയിരിക്കുന്ന ശ്രീ VD സതീശൻ അധാർമികമായ ഒരാരോടും പോലും തനിക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം പോലും ഉപയോഗിക്കാത്ത ഉമ്മൻചാണ്ടിയെ പോലെ, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് നേരെ പല ആയുധങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു അധാർമികമായ ആരോപണം പോലും ഉന്നയിച്ചിട്ടില്ല. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ ഒരാളെ പോലും അധാർമികമായി ആരോപണം ഉന്നയിക്കാത്ത പ്രിയങ്കരനായ VD സതീശനെയും പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല. പതിറ്റാണ്ടുകൾ എൻ്റെ പിതാവിനോടൊപ്പം നടന്ന് നീങ്ങി ഇവിടുത്തെ ജനതയെ ചേർത്ത് പിടിച്ച കേരളത്തിന്റെ മഹാനായ നേതാവ്. ആ നേതാവ് ഇവിടെ വരുമ്പോൾ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തന ശൈലി, അതേ ചാതുര്യം, അതേ വിസ്മയമാണ് എന്നെ ഓർപ്പിക്കുന്നത്. ആദരണീയനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.